രാജ്യത്ത് സദാചാര നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ച് താലിബാൻ ഭരണകൂടം. ഇതേ തുടർന്ന് തിങ്കളാഴ്ച മുതൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം ഇതാദ്യമായാണ് അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെടുന്നത്. ഇന്റർനെറ്റ് ഉപയോഗങ്ങൾ അധാർമികമാണെന്ന് വിശദീകരിച്ചാണ് താലിബാൻ രാജ്യവ്യാപകമായി ഫൈബർ ഒപ്റ്റിക് സേവനങ്ങൾ വിച്ഛേദിച്ചത്. അധാർമികത തടയുന്നതിനായി താലിബാൻ നേതാവ് ഹിബത്തുള്ള അഖുൻസാദയാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തലാക്കാൻ ഉത്തരവിറക്കിയത്. തങ്ങളുടെ ആഭ്യന്തരവും ബാഹ്യവുമായ ആശയവിനിമയങ്ങൾക്കായി മെസ്സേജിംഗ് ആപ്പുകളെയും സോഷ്യൽ മീഡിയകളെയും വളരെയധികം ആശ്രയിക്കുന്ന താലിബാൻ ഭരണകൂടത്തിന്റെ നടപടി മറ്റു രാജ്യങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ രാജ്യത്തുടനീളം ഫൈബർ ഒപ്റ്റിക് ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കാമെന്ന് സ്വകാര്യ ടെലിവിഷൻ ചാനലായ ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹിബത്തുള്ള അഖുൻസാദ ഉത്തരവിറക്കിയതിനു പിന്നാലെ ഈ മാസം ആദ്യം നിരവധി പ്രവിശ്യകളിൽ ഫൈബർ ഒപ്റ്റിക് കണക്ഷനുകൾ നഷ്ടപ്പെട്ടിരുന്നു. തിങ്കളാഴ്ച അഫ്ഗാനിസ്ഥാനിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി സാധാരണ നിലയുടെ 14% താഴ്ന്നതായും രാജ്യവ്യാപകമായി ടെലികോം സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടതായും ഇന്റർനെറ്റ് ലഭ്യതയ്ക്കായി വാദിക്കുന്ന നെറ്റ്ബോക്സ് എന്ന സംഘടന അറിയിച്ചു. നടപടി പൊതുജനങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുമെന്നും അവർ പറഞ്ഞു. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഷട്ട്ഡൗൺ തുടരുമെന്ന് ഒരു താലിബാൻ ഉദ്യോഗസ്ഥൻ AFPയോട് പറഞ്ഞു. ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ ആശയവിനിമയം നടത്താൻ മറ്റു വഴികളോ സംവിധാനങ്ങളോ ഇല്ല. ബദൽ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് താലിബാൻ ഭരണകൂടം അറിയിച്ചിരുന്നുവെങ്കിലും അത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കാബൂളിൽ 8 വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ്. ബാങ്കിംഗ് മേഖല, കസ്റ്റംസ് തുടങ്ങിയ രാജ്യത്തെ ഉടനീളമുള്ള മിക്ക സേവനങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. ടെലികോം അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമായ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ടെലിഫോൺ സേവനങ്ങൾ പലപ്പോഴും ഇന്റർനെറ്റ് വഴിയാണ് ലഭ്യമാക്കിയിരുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് വേഗത കുറഞ്ഞിരുന്നു. പലയിടത്തും ഇടയ്ക്കിടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തിരുന്നു. US പിന്തുണയോടെ താലിബാന് മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ നിർമ്മിച്ച 9350 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൈബർ ഒപ്റ്റിക് ശൃംഖലയായിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത്. അധികാരം തിരിച്ചുപിടിച്ചതിനു ശേഷം ഇസ്ലാമിക് ശരീഅത്ത് നിയമത്തെക്കുറിച്ചുള്ള തങ്ങളുടെ വ്യാഖ്യാനമനുസരിച്ച് താലിബാൻ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ ഇന്റർനെറ്റ് റദ്ദാക്കലിലേക്ക് നയിച്ചത്. ഒരു മാസം മുമ്പ് സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് താലിബാൻ ഭരണകൂടം വിലക്കിയിരുന്നു.